കേരളം എപ്പോഴും സ്പെഷ്യലാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ വല്ലപ്പോഴുമാണ് വരുന്നത്. വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2, 3 വർഷത്തിലൊരിക്കലൊക്കെയാണ് വരുന്നത്. ഞാൻ വളർന്നത് ആന്ധ്രയായതുകൊണ്ട് കേരളം വല്ലപ്പോഴൊക്കെ കാണുന്നതുകൊണ്ട് എപ്പോഴും സ്പെഷ്യലാണ്. അതെന്താണെന്ന് അറിയത്തില്ല. ബാക്കിയുള്ള സ്റ്റേറ്റ്സായിട്ട് വ്യത്യസ്തമാണ്. പിന്നെ ഞങ്ങളങ്ങനെ നെക്സ്റ്റ് ഡേ അമ്പലത്തിൽ പോയി. ഇതൊരു ഗണപതി ടെമ്പിളാണ്. മള്ളിയൂർ ടെമ്പിൾ എന്ന് പറയും. അങ്ങനെ ഇത് വെളുപ്പാങ്കാലത്ത് അമ്പലത്തിൻ്റെ ഉള്ള വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പിന്നെ അങ്ങനെ നേരം വെളുത്ത് അത് വേറെ ഒരു അമ്പലത്തിൻ്റെ കുളമാണ്. കുളം കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ അപ്പോൾ ഈ കുളത്തിൽ ഇപ്പോൾ ആരും ഒന്നും കുളിക്കത്തൊന്നുമില്ല. അങ്ങനെ കിടക്കുകയാണ്. അതുപോലെ തന്നെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ കുറേ ആസ്വദിച്ചു. നല്ല രസമായിരുന്നു. പിന്നെ ഈ അമ്പലത്തിലൊക്കെ എല്ലാ അമ്പലത്തിലും മിക്കവാറും മാവൊക്കെ ഉണ്ട്. മാവ് നിറച്ച് മാങ്ങയാണ്. ഈ പ്രാവശ്യം കേരളത്തിൽ ഭയങ്കര ചൂടാണെന്ന് തോന്നുന്നു. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല ഹ്യൂമിഡിറ്റിയാണ്. ഇവിടെ ബാംഗ്ലൂരിൽ അത്രയും ചൂടുണ്ടെങ്കിൽ പോലും നമുക്കത്ര ഹ്യൂമിഡിറ്റി ഇല്ലല്ലോ. അപ്പം നല്ല ഹ്യൂമിഡിറ്റിയാണ്. കേരളത്തിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ഹ്യൂമിഡിറ്റിയാണ്. പിന്നെ ഇങ്ങനെ ഒരു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ രസിച്ച് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഈ നമ്മുടെ നാട്ടിലെ വീടുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരു മാൻഷൻ പോലെയാണ്. അതെ, വലിയ വീടാണ് കമ്പയറിങ് ടു അതർ സ്റ്റേറ്റ്സ്. അങ്ങനെ അപ്പോൾ വിഷുവൊക്കെ ആയിട്ട് നമ്മൾ കണിയൊക്കെ കണ്ടു. അതെ, ഞാൻ ആദ്യമായിട്ടാണ് വിഷുക്കണി കാണുന്നത്. അപ്പം കൈനീട്ടമൊക്കെ കിട്ടി. അങ്ങനെ പ്രാർത്ഥിച്ചു. അതെ, അപ്പം അതുപോലെ തന്നെ നമുക്ക് വിഷുവിന് നമ്മൾ ഇലയിലൊക്കെ സദ്യ കഴിച്ചു. അങ്ങനെ ഓരോ വൈബ്സായിരുന്നു. നല്ല വൈബായിരുന്നു. പിന്നെ അങ്ങനെ കല്യാണത്തിനൊന്ന് ഷൈൻ ആവാനായിട്ട് ഞാനൊന്ന് പാർലറിൽ പോയി ഇങ്ങനെ ക്ലീനപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ക്ലീനപ്പൊക്കെ ചെയ്ത ശേഷം ഞങ്ങൾ തിരുവാതിരയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ഫംഗ്ഷന് കളിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തതാണ്. അമ്മമാരും പിന്നെ ചേച്ചിമാരൊക്കെ ആയിട്ട് തിരുവാതിര പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ തിരുവാതിര ഞാൻ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ തിരുവാതിര കളിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ വോയിസ്, അതായത് പാട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പാട്ട് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരുവാതിരയൊക്കെ പ്രാക്ടീസ് ചെയ്തു. നല്ല വൈബായിരുന്നു. പിന്നെ ഇതൊക്കെ ഓരോ മെമ്മറീസ് ആണല്ലേ. അങ്ങനെ ഞങ്ങൾ മെഹന്തി ഫംഗ്ഷൻ അങ്ങനെ അത് കളിച്ചു. പിന്നെ കല്യാണത്തിന് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ എൻ്റെ കസിൻ്റെ വെഡ്ഡിങ്ങിന് ഞങ്ങൾ മെഹന്തി ഫംഗ്ഷന് സെറ്റ് സാരി എടുത്ത് തിരുവാതിര കളിച്ചു. പിങ്ക് കളർ സാരി എടുത്ത എൻ്റെ അമ്മയാണ്. പേരമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്. പിന്നെ ബ്രൈഡും ഗ്രൂമും വന്നിട്ടുണ്ട് കാറിൽ. അപ്പോൾ വെൽക്കമിങ് ഒക്കെ ചെയ്തതിന് ശേഷം താലമായിട്ട് പിന്നെ താലികെട്ട് ചടങ്ങുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ കസിൻസ് എല്ലാവരും കൂടെ കുറച്ച് പേര് ഡാൻസൊക്കെ കളിച്ചു ബ്രൈഡായിട്ട്. പിന്നെ സദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ ആസ്വദിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ബാംഗ്ലൂരിൽ എത്തിയതിന് ശേഷം ആണ് എനിക്ക് എക്സാം ഉണ്ടായിരുന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇനി എക്സാമിന് പ്രിപ്പയർ ആവണം. അത് ആന്ധ്രയ്ക്ക് പോയിട്ടാണ് നമ്മൾ എക്സാമൊക്കെ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത വ്ലോഗ് എടുക്കുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.